ഹലോ ഗൈസ്, കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ പറയുക, ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ വീട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്യാമെന്നേ. നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇന്ന് രാവിലെ എന്താ പറയുക, രാവിലെ തന്നെ ഹസ്ബൻഡിനെ ജോലിയൊക്കെ തീർത്ത് പറഞ്ഞു വിട്ടു, കാപ്പിയൊക്കെ കൊടുത്ത്. എന്നിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ലോങ് വീഡിയോ പോലെ നിങ്ങൾക്ക് കാണിക്കാം. രാവിലെ ഒരാൾ എണീറ്റ് പെൻസിലൊക്കെ എടുത്തുകൊണ്ടൊന്ന് കളിക്കുവാണ്. പല്ല് പോലും തേച്ചിട്ടില്ല. അപ്പം നമ്മൾ രാവിലെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ എൻ്റെ പണികളൊക്കെ കഴിയും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പുതപ്പൊക്കെ തണുക്കാതിരിക്കാൻ വേണ്ടി ഷീറ്റ് വിരിച്ചിരുന്ന പുതപ്പൊക്കെ ആൾ മാറ്റി കൊളാക്കി വെച്ചേക്കാണ് കേട്ടോ. രാവിലെ തന്നെ നമുക്ക് അടുക്കളയിൽ പണിയുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഹസ്ബൻഡൊക്കെ പോയി. അത്യാവശ്യം ഒന്ന് തൂത്തുവാരി ഒന്ന് ഒതുക്കി പെറുക്കിയൊക്കെ ഇട്ടിട്ട് അപ്പോഴത്തേക്കും മമ്മി വന്നായിരുന്നു കേട്ടോ. അപ്പോൾ മമ്മിക്ക് എന്നാൽ പിന്നെ ദോശ ഇട്ട് കൊടുത്തേക്കാം. രാവിലെ നമുക്ക് ദോശ ചമ്മന്തി ആയിരുന്നേ. അപ്പോൾ ദോശ മാവ് ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ രാവിലത്തെ. അപ്പോൾ അതെടുത്ത് ചമ്മന്തിയും അരച്ചതിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി മമ്മിക്ക് ദോശ ചുട്ട് കൊടുക്കാൻ തേടി ദോശ ഇടുക കേട്ടോ. ഇന്ന് നമ്മുടെ ഷൈനി ചേച്ചിയുടെ, അതായത് നമ്മുടെ ആദ്യത്തെ ചാനലിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നതാണ് എൻ്റെ ഇടവകക്കാരി കൂടിയായ നമ്മുടെ ചങ്കായ ഷൈനി ചേച്ചിയുടെ മകൻ്റെയും മകളുടെയും ഒക്കെ കുഞ്ഞുമാവന്മാരുടെ മാമോദീസയായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോകണം വിളിയുണ്ടായിരുന്നു. ചെന്നിലി ചേച്ചി പിണങ്ങും. മാത്രമല്ല നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ, നമ്മളെ സ്നേഹിക്കുന്നവരെ, അവരുടെ ഒരു ആവശ്യങ്ങളിൽ നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ സാധിക്കുമെങ്കിൽ നമ്മൾ പോകണം. അപ്പോൾ അങ്ങനെ അതിന് പോകണമായിരുന്നു. കുഞ്ഞുങ്ങളുടെ മാമോദീസയ്ക്ക് പോകണമായിരുന്നു. അപ്പോൾ അത്യാവശ്യം രാവിലത്തെ പണികളൊക്കെ ഒതുക്കിയിട്ട് കുറച്ച് ചോറുണ്ടായിരുന്നു, തിളപ്പിച്ചൊക്കെ വെച്ച് കുറച്ച് കറി ഇന്നലത്തേക്ക് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തീർത്തിട്ട് പതുക്കെ പോകാനൊക്കെ ആയിട്ട് റെഡി ആവാനൊക്കെ ആയിട്ടാണ്. അപ്പം മമ്മി വന്നപ്പോഴത്തേക്കും മമ്മിക്ക് ദോശ, കുഞ്ഞിന് വേറെ ദോശ കനം കുറച്ച്, അങ്ങനെ അതൊക്കെ ചുട്ട് കൊടുത്തിട്ട് പതുക്കെ പോകാനായിട്ട് ഇങ്ങനെ റെഡി ആവാണ്. ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഷൈനി ചേച്ചിയുടെ കൊച്ചിൻ്റെ മാമോദീസയ്ക്ക് പോകണം കേട്ടോ. ഷൈനി ചേച്ചിയുടെ കൊച്ചിൻ്റെ ഷൈനി ചേച്ചിയുടെ മോളുടെയും മോൻ്റെയൊക്കെ 2 കുഞ്ഞുമക്കളാണ്. അവരുടെ മാമോദീസയ്ക്ക് പോകണം. ഞാൻ വിചാരിച്ച ആ വീഡിയോ നിങ്ങളിലും കൂടെ എത്തിക്കാം. എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയില്ല, എത്രത്തോളം എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും നമുക്ക് പോകാം. രാജാക്കാട് ക്രിസ്തുരാജ് ഫെറാന പള്ളിയിലായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങളുടെ മാമോദീസ ചടങ്ങ്. അപ്പോൾ നമ്മളിവിടെ പള്ളിയിൽ വന്നു. പള്ളി എനിക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ. അടിപൊളി പള്ളിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വിളിയുണ്ടായിരുന്നു. അതായത് ഇവരുടെ മാത്രമല്ലായിരുന്നു, എൻ്റെ ഒരു കൂട്ടുകാരത്തി ഉണ്ട് ചിൻറ്റു, അവളുടെ കുഞ്ഞിൻ്റെയും കൂടെ മാമോദീസ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കൗതുകം തോന്നി. ഇതെന്നാണെന്നറിയാമോ? ഇതെന്താണെന്ന് പറയാം. ഇത് ആദ്യം കാണിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പ്ലാവിൽ ഇഷ്ടംപോലെ ചക്കക്കുഞ്ഞുങ്ങളാണേ. അപ്പോൾ അതിന് ചോട്ടിൽ നിന്നും കൂടെ വന്നതാണ് ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പം അകത്ത് കയറി ഇതാണ്ട് അത് കുഞ്ഞാവയാണ് കേട്ടോ. ഷൈനി ചേച്ചിയുടെ ഹസ്ബൻഡാണ് നിൽക്കണത്. ജോണിക്കുട്ടൻ അപ്പം ആദ്യം ചോറായിരുന്നു. ഫുഡൊക്കെ അടിപൊളി അതിമനോഹരമായ ഫങ്ഷനായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു, ഒന്നും പറയാനില്ല. നമ്മുടെ കുടുക്ക ചിക്കൻ്റെ ചാറൊക്കെ കൂട്ടി കഴിക്കണം കേട്ടോ. അവന് കഷ്ണമൊന്നും കൂട്ടത്തില്ല. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കുകയാണ്. അവർ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നു. മാവേനെ ഞാൻ കണ്ടിരുന്നു. ഷൈനി ചേച്ചിനെ അതിനിടയ്ക്ക് പോയി കണ്ടായിരുന്നു. ഷൈനി ചേച്ചിനെ കാണിച്ചു തരാം കേട്ടോ. അതേ ഷൈനി ചേച്ചി ഈ റോസ് കണ്ടോ, ഈ നടന്നു പോകുന്നതാണ് നമ്മുടെ ഷൈനി ചേച്ചി കേട്ടോ. ഷൈനി ചേച്ചിനെ കൊണ്ടുവന്ന് ഫോട്ടോ എടുക്കാനൊന്നിനും ഞാൻ പോയില്ല. കാരണം വെച്ചാൽ അവരും തിരക്കാണ്. മാത്രമല്ല പക്ഷേ നമ്മൾ ഫോട്ടോ എടുത്തിരുന്നു. അതൊക്കെ പിന്നീട് നമുക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാമേ. അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്ന് അവിടെ നിന്ന് ഐസ്ക്രീം കൊണ്ടുവന്ന് മമ്മിക്ക് കൊടുത്തു. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഒത്തിരി സ്നേഹം കേട്ടോ.